പാഴല്ല പ്രാർത്ഥന. ഇത് വെറും ഒരു കാർട്ടൂണല്ല, സുന്ദരമായ ഒരു ജീവിതാനുഭവമുണ്ട് ഇതിനു പിന്നിൽ. നിങ്ങളെ വിസ്മയഭരിതമാക്കുന്ന ഒരു യഥാർത്ഥ സംഭവം. ബ്രിണ്ട എന്ന് പേരുള്ള പർവ്വതാരോഹകയായ ഒരു പെൺകുട്ടി ഒരു നാൾ കൂട്ടുകാർക്കൊപ്പം ഒരു ഗ്രാനൈറ്റ് കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകുതി ദൂരം കയറിക്കഴിഞ്ഞപ്പോഴാണ് യാദൃശ്ചികമായി അത് സംഭവിച്ചത്. കാഴ്ച അവ്യക്തമാകുന്നു. കണ്ണിനുള്ളിൽ ധരിച്ചിരുന്ന കോണ്ടാക്ട് ലെൻസ് എങ്ങനെയോ ഇളകി താഴെ പോയതാണ് കാരണം. ഒരു വിധത്തിൽ കൂട്ടുകാരുടെ സഹായത്തോടെ മുകളിലെത്തി. അവൾ ആകെ സങ്കടത്തിലായി. വിലപിടിപ്പുള്ള കോണ്ടാക്ട് ലെൻസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തന്നെയുമല്ല, മങ്ങിയ കാഴ്ചയുമായി എങ്ങനെ തിരിച്ചിറങ്ങും? വളരെ നേർത്ത ആ ലെൻസ് ഇനി എങ്ങനെ തിരികെ കിട്ടാനാണ്? അവൾ കണ്ണീർ വാർത്തു തുടങ്ങി. ചെറുപ്പം മുതലേ വലിയ ദൈവവിശ്വാസിയായിരുന്നു ബ്രണ്ട. അവളുടെ മനസ്സിലേക്ക് ബൈബിളിലെ ഒരു വചനം ഓർമ്മ വന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. 2 ദിനവൃത്താന്തം 16:9. അവൾ ആ കൊടുമുടിയുടെ മുകളിൽ മുട്ടുകുത്തി വിശ്വാസത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന പരമകാരുണികനായ ദൈവമേ, എൻ്റെ കോണ്ടാക്ട് ലെൻസ് വളരെ ചെറിയ ഒരു വസ്തുവാണെങ്കിൽ കൂടി അങ്ങയുടെ കണ്ണിൽ നിന്ന് അത് മറഞ്ഞിരിക്കുന്നില്ലല്ലോ. അതെനിക്ക് കണ്ടെത്തി തിരികെ തരിക എന്നത് അവിടത്തേക്ക് അസാധ്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം സുഹൃത്തുക്കളുടെ സഹായത്തോടെ അവൾ തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന വഴിക്ക് അവർ കൊടുമുടി കയറുന്ന മറ്റൊരു ഗ്രൂപ്പിനെ കണ്ടുമുട്ടി. അവരിൽ ഒരാൾ ചോദിച്ചു: ഈ കോണ്ടാക്ട് ലെൻസ് നിങ്ങൾ ആരുടെയെങ്കിലും ആണോ? ബ്രണ്ട വിസ്മയത്തോടെ പറഞ്ഞു: അതെ, ഇതെൻ്റേതാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി? ഞാൻ കയറി വരുമ്പോൾ ഒരു കൊച്ചുറുമ്പ് ഇത് ചുമലിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മുൻപേ കയറിപ്പോയ ആരുടെയെങ്കിലും ആകാമെന്ന് കരുതി ഞാനതെടുത്തു, ആ മനുഷ്യൻ പറഞ്ഞു. കഥ അവിടം കൊണ്ട് തീർന്നില്ല. ബ്രിണ്ടയുടെ അപ്പൻ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഈ കഥ കേട്ട അദ്ദേഹം ഒരു ചിത്രം വരച്ചു. ദൈവമേ, നീ എന്തിന് ഇത് ചുമക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഇത് തിന്നാനാവില്ല. ഇതിന് എനിക്ക് താങ്ങാനാവാത്ത വിധം ഭാരവുമുണ്ട്. പക്ഷേ നീ എന്നോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം നിനക്കു വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നതാണ്. ചങ്ങാതി, നമ്മുടെ ഒരു പ്രാർത്ഥനയും പാഴായി പോകാറില്ല. ഒരു കുഞ്ഞുറുമ്പിനെ പോലും അവിടുന്ന് നിനക്ക് വേണ്ടി ഉപകരണമാക്കിയേക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. അതെ, അവിടുത്തെ വഴികൾ നിഗൂഢമാണ്. നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അവ അതീതമാണ്. അല്ലെങ്കിൽ പിന്നെ ആ കൊച്ചുറുമ്പ് എന്തിന് ഇങ്ങനെ ചെയ്യണം?